ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ രാവിലെ മോനക്ക് മദ്രസ ഉണ്ട്. അപ്പോൾ മോനെ വിളിക്കുകയാണ്. മോൾ 6:30 പോയിട്ടാണ്. അവൾക്ക് 6:30 മദ്രസ്. പിന്നെ മോനെ വിളിക്കുകയാണ്. മോനക്ക് 8 മണിക്കാണ് മദ്രസ്. അപ്പോൾ ഒരു 7 മണി 7:15 നമുക്ക് വിളിക്കും. അപ്പോൾ വാവ ഉറങ്ങുകയാണ്, നല്ല ഉറക്കത്തിലാണ്. രാവിലെ ആവാൻ നേരത്താട്ടോ ഉറങ്ങുക നല്ലോണം. രാത്രിയൊക്കെ ഉറക്കക്കുറവാണ്, കരച്ചിലും ഉറക്കമില്ലായ്മയൊക്കെയാണ്. അപ്പോൾ കുഞ്ഞ് മക്കളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ എന്താ, രാവിലത്തെ പല്ലേക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ ആയി. രാവിലെ കഴിച്ചത് പഴം പുഴുങ്ങിയതാട്ടോ. അപ്പോൾ മോനക്ക് പിന്നെ രാവിലെ പുട്ടുണ്ടാക്കിയിരുന്നു. മോനക്ക് പുട്ടും പഴവും കൊടുത്തു. ഞാൻ പഴം തിന്നു രാവിലെ. പിന്നെ എണീച്ചപാട് എന്തെങ്കിലും നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും കഴിച്ചതിന് ശേഷം വെച്ച് എനിക്ക് കടികളൊക്കെ തെറ്റ്. അപ്പോൾ പാല് കുടിക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാലിപ്പോൾ ഗ്യാസ് കയറിയിട്ട് പാല് പറ്റണില്ല. അപ്പോൾ പാലിപ്പോൾ കുറച്ച് എന്താ പറയുക, അങ്ങനെ കുടിക്കില്ല. പിന്നെ ആ മോൻ്റെ മാറ്റലൊക്കെ ഓൻ തന്നെ മാറ്റണം. നമ്മൾ മാറ്റി കൊടുത്താലൊന്നും എനിക്ക് ശരിയാവില്ല. അപ്പോൾ കുറേ ഓരോന്നെ ഒറ്റയ്ക്ക് ചെയ്യാനുള്ളൊരു പ്രായമായല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് വാവ ഉണ്ടായപ്പം വലിയ ഒരു പ്രശ്നം വരുന്നില്ല. രണ്ടാൾ കാര്യങ്ങളും കുറേയൊക്കെ ചെയ്യുന്നതുകൊണ്ട്. അതുപോലെ സ്കൂളും ഇല്ലല്ലോ. സ്കൂളില്ലാത്തതും ഭയങ്കര ഒരു ഭാഗ്യം പോലെയാണ്. എന്താ പറയുക, സ്കൂളുണ്ടെങ്കിൽ നമ്മൾ രാവിലെ വരെ വിടുന്നതും ഒക്കെ അതിനൊക്കെ നമ്മൾ തന്നെ വേണമല്ലോ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ അതില്ലാത്തതുകൊണ്ടും പിന്നെ കുട്ടീനെ നോക്കാനും ഒക്കത്തിനും ഒരു ഉപകാരം കേട്ടോ സ്കൂളില്ലാത്തത്. പിന്നെ മോന് രാവിലെ ഇവിടുന്ന് പോവുക, അവിടെ ഒരു ഓട്ടോ ഉണ്ട്. അപ്പോൾ അവിടെ അതിൽ കയറിയിട്ടാണ് പോവുക. പിന്നെ എൻ്റെ ചായ കുടിയാണ്. ചെറുപഴവും പുട്ടും കൂടെ പിന്നെ കഴിച്ചിട്ടാണ്. പിന്നെ ഇന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ്, മോനെ കാണിക്കേണ്ട ദിവസമാണ്. ആ മോനെ കാണിക്കാൻ പോകണം. അപ്പോൾ മക്കൾ പറഞ്ഞു ഞങ്ങളും ഉണ്ട്, എന്തായാലും ഓട്ടോയിലല്ലേ പോവുക, അപ്പോൾ ഓരും ഉണ്ട് പറഞ്ഞിരുന്നു. അപ്പോൾ മോള് പിന്നെ 8 മണിക്ക് മദ്രസ വിട്ട് വന്നു. അപ്പോൾ ഓള് മാറ്റിയിട്ടുണ്ട്. പിന്നെ മോനെ പോകുമ്പോൾ മദ്രസയിൽ നിന്ന് കൂട്ടാൻ വിചാരിച്ചു. ഉസ്താദിനെ വിളിച്ചു പറഞ്ഞിരുന്നു കേട്ടോ, മോനെ വിടണം, ഹോസ്പിറ്റലിൽ കാണിക്കണമെന്ന്. അപ്പോൾ ഇവർക്ക് രണ്ടാൾക്കും നല്ല ജലദോഷവും ചുമയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരിതും കൂടെ ഒന്ന് കാണിച്ചാലേ പിന്നെ കുട്ടിക്ക് വരാതെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഓരെയും കാണിക്കുക വിചാരിച്ചു. രണ്ടാൾക്കും ഉണ്ട് നല്ല ജലദോഷമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങി. ഞാനും അമ്മച്ചും മോളും ഒക്കെ ഇറങ്ങി. പിന്നെ എന്താ പറയുക, ഓട്ടോ വിളിച്ചിട്ടുണ്ട്. ഓട്ടോ മേലെ നിൽക്കും. അപ്പോൾ ഓട്ടോയിൽ പോയിട്ട് അവിടെ പോയിട്ട് പിന്നെ ഓട്ടോ തിരിച്ചു വിടാമെന്ന് വിചാരിച്ചു. തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വരുമ്പം തിരിച്ചു വിളിച്ചാൽ മതിയല്ലോ, വേറെ ഓട്ടോ വിളിച്ചാൽ മതിയല്ലോ, വെറുതെ വെയിറ്റ് ചെയ്യിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. പിന്നെ അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, നല്ല വെയിലായിരുന്നു. അപ്പോൾ ഓരോ ടെസ്റ്റിനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടതുകൊണ്ട് നമുക്ക് എല്ലാ വീഡിയോസും അതിൽ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ വൈത്തിരിയാട്ടോ പോയത്. വിംസിൽ നിന്നാണ് നമ്മളിത് കഴിഞ്ഞ വർഷം ഞങ്ങൾ വൈത്തിരിയാണ് പോയി ചെയ്തത്. അപ്പോൾ മോൻ്റെ കൈയൊക്കെ കുത്തിയിട്ട് പാവം തോന്നും കേട്ടോ. അങ്ങനെ അറിഞ്ഞിട്ടൊന്നുമില്ല, നല്ല ഉറക്കത്തിലായതുകൊണ്ട് ഓനക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.